PIB പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്. ഓൺ ദ നൈറ്റ് ഓഫ് 7-8 മെയ് 2025 the Pakistan attempted to engage a number of military targets in northern and western India, including Avantipora, Srinagar, Jammu, Pathankot, Amritsar, Kapurthala, Jalandhar, Ludhiana, Adhampur, Bathinda, Chandigarh, Nal, Bhalodi, Uttarlai and Bhuj using drones and missiles. These were neutralized by the integrated counter UAS grid and air defense systems. The debris of these attacks is now being recovered from a number of locations that prove the Pakistanis attack. എന്ന് പറയുന്നുണ്ട്. അതിന് തുടർച്ചയിൽ today morning armed forces targeted air defense radars and systems at a number of locations in Pakistan. Indian response has been in same domain with the same intensity as Pakistan. It has been reliably learned that the air defense system at Lahore has been neutralized. ആ വാർത്താക്കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. Indian armed forces reiterate their commitment to non-escalation provided it is respected by the Pakistani military. അതായത് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എസ്കലേഷന്, ഈ സംഘർഷം വീണ്ടും കൂട്ടാൻ, അതൊരു യുദ്ധമാക്കാൻ, യുദ്ധത്തിൽ കൂടി നാശങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കാണിക്കുന്ന ഈ സഹിഷ്ണുത നിങ്ങൾ മുഖവിലക്കെടുക്കുകയാണ്, നിങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ മാത്രം. അതിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, അതിനെ നിങ്ങൾ പിന്നെയും ആക്രമിക്കാനുള്ള, പ്രകോപനം ഉണ്ടാക്കാനുള്ള വരവാണെങ്കിൽ പാകിസ്ഥാനെ നിങ്ങൾ പഠിക്കും എന്ന് തന്നെ കൃത്യമായി തന്നെ വാർത്താക്കുറിപ്പിൽ പരോക്ഷമായി രാജ്യം പറഞ്ഞു വെക്കുന്നു. എസ് വിജയകുമാർ, ബി ദിലീപ് കുമാർ, ആർ അച്യുതൻ, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ തുടരുന്നു. വിജയകുമാറിലേക്ക് പോകുന്നു. വിജയകുമാർ, എന്തായാലും പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രം അത് ചെയ്യാതിരിക്കില്ല എന്ന് നമുക്കറിയാം. കാര്യം അത്രത്തോളം ഛിന്ന ഭിന്നമായിരിക്കുന്ന, എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ മനോനില തെറ്റിയ അവസ്ഥയിലുള്ള രാഷ്ട്രം വിനാശകാല വിപരീത ബുദ്ധി എന്ന നിലയ്ക്ക് രാത്രി ഒരു നീക്കം നടത്തി. ആ നീക്കത്തെ രാജ്യം പരാജയപ്പെടുത്തിയത് മാത്രമല്ല, അവിടെ പോയി അവരുടെ എയർ ഡിഫൻസിനെ തകർക്കുകയും ചെയ്തു. കാര്യങ്ങൾ മനസ്സിലാക്കുമോ പാകിസ്ഥാൻ, അതോ വീണ്ടും ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കണോ നമ്മൾ? ഉറപ്പായും ഹാഷ്മി, ഇന്നലെ തന്നെ പാകിസ്ഥാൻ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തീരുമാനിച്ചിരുന്നു. അവരുടെ സൈനിക നീക്കം ഉണ്ടായിരുന്നു എന്നിപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാനായിരുന്നു പദ്ധതി തയ്യാറാക്കി അത് നടപ്പാക്കിയത്. പക്ഷേ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിവിജയകരമായി തന്നെ പാകിസ്ഥാന്റെ അഗ്രഷനെ ചെറുത്തു തോൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് അമൃത്സറിൽ നിന്ന് ഇന്ന് രാവിലെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തത്. ചെറിയ നീക്കമല്ല പാകിസ്ഥാൻ നടത്തിയത്, വലിയ നീക്കം ായിരുന്നു. അതൊരു സമ്പൂർണ്ണ സൈനിക നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന സമയത്ത് പോലും ഇന്ത്യ എന്നത് ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്നദ്ധതയും കാണിക്കുന്നില്ല. ഇങ്ങോട്ടുള്ളതിന് തിരിച്ചടി കൊടുക്കുക, അതിനെ ചെറുത്തു തോൽപ്പിക്കുക, നമ്മൾ സ്വയം പ്രതിരോധത്തിന് നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സൈനിക നീക്കത്തിന് നമ്മൾ മുതിർന്നിട്ടില്ല എന്നത് ഈ ഘട്ടത്തിലും ലോകത്തോട് നമ്മൾ പറയുകയാണ്. ഈ വാർത്താക്കുറിപ്പ് അത് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഇങ്ങോട്ട് ചെയ്യുന്നത് അത് തിരിച്ചു തരും എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കില്ല എന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഇന്നലെ പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയത്. നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിശക്തവും അതിനൂതനവുമായതുകൊണ്ട് അതിലൊരെണ്ണം പോലും ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല തന്നെയല്ല, അതിനെ മുഴുവൻ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. നോക്കൂ, തിരികെ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് എത്ര ദുർബലമാണ് എന്ന് വ്യക്തമാവുകയാണ്. നമ്മൾ ലാഹോറിലെ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് തകർത്തത്. എത്ര ദുർബലമാണ് അവരുടെ ആ പ്രതിരോധ സംവിധാനം എന്നത് അവരെ തന്നെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ലാഹോറിലേക്ക് അത്തരം ഒരു നീക്കം നടത്തിയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്പാരിസണ് സാധ്യതയില്ലാത്ത രണ്ട് സൈനിക ശക്തികൾ എന്ന നിലയിൽ തന്നെ വേണം ഈ വിഷയത്തെ കാണേണ്ടതെന്ന് പാകിസ്ഥാന് ഇന്ത്യ പറഞ്ഞു കൊടുക്കുകയാണ് ഈ നീക്കത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാകിസ്ഥാന്റെ ഏതു നഗരവും ലക്ഷ്യം വെക്കാൻ കഴിയും എന്നത് ഈ നീക്കത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്.